ശുഭ ഫോൺ ചെയ്തിരുന്നോ? അവൻ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നത്രേ. വലിയ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഞങ്ങളോടും വരാൻ പറഞ്ഞു. ഓ മൈ ഗോഡ്, എന്താ പറ്റിയ നിനക്ക്? നമ്മൾ കരുതിയത് പോലെയല്ല, അവൻ ഡേഞ്ചറാ. ഞങ്ങൾ ഒരു വിധത്തിൽ അവന്റെ കയ്യിൽ നിന്ന് ഇവിടം വരെ രക്ഷപ്പെട്ടെത്തിയത്. അരവിന്ദ്, 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 എന്ത് പറ്റി അരവിന്ദ്? ഒരു ചൈനക്കാരൻ ഇവിടെ വന്ന് നമ്മളെയൊക്കെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോ നെഞ്ചു വിരിച്ച് നിൽക്കുകയാണ് വേണ്ടത്. അവനെ എതിരിടാൻ നമ്മൾക്ക് ആർക്കും കഴിഞ്ഞില്ലല്ലോ. ഇന്ന് അവനെ കണ്ട് ഭയന്ന് ഓടിയപ്പോ നമ്മളൊക്കെ വെറും ഭീരുക്കളായി മാറിയില്ലേ? നമ്മളെ മലേഷ്യയിൽ വെച്ച് ആക്രമിച്ചു, ശ്രീലങ്കയിൽ വെച്ച് ആക്രമിച്ചു, ഇപ്പൊ ഇവിടെ വന്ന് നമ്മൾ ആക്രമിക്കുന്നു. നമ്മൾ അവരെ കണ്ട് ഇന്നും ഭയന്ന് ഓടിക്കൊണ്ടിരിക്കുക. അങ്ങനെയൊന്നും ഇപ്പൊ ചിന്തിച്ചിട്ട് കാര്യമില്ല അരവിന്ദ്. ധീരത എന്താണെന്ന് ഈ ലോകത്തിന് കാണിച്ചത് നമ്മളാണെന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് നമ്മൾ ഭീരുക്കളെ പോലെ ഓടുകയല്ലേ? തിരിച്ചടിക്കണം. അവൻ ഈ നാട്ടിൽ നിന്ന് ജീവനോടെ പോവാൻ പാടില്ല. വേണ്ട അരവിന്ദ്, ഈസ് ടു പവർഫുൾ. അവൻ എതിർത്ത് നമുക്ക് ഒരിക്കലും ജയിക്കാൻ കഴിയില്ല. അതെ, കഴിയില്ല. ഇങ്ങനെ പറഞ്ഞാണല്ലോ ആ മ്യൂസിയത്തിൽ ആയുധങ്ങളുടെ കൂടെ ധൈര്യവും വെച്ച് പൂട്ടിയിരിക്കുന്നത്. അത് പുറത്തു കൊണ്ടുവരണം. അരവിന്ദ്, ഇപ്പോ നമ്മൾ ഏത് സിറ്റുവേഷനിലാ ഉള്ളതെന്ന് ആദ്യം അറിയുക വേണ്ടത്. ജയിക്കാൻ വേണ്ടി നെഞ്ചു വിരിച്ച് പോരാടിയില്ല അയൽ രാജ്യത്തോട്. എന്നിട്ട് ജയിക്കാൻ കഴിഞ്ഞോ? എല്ലാവരും ചത്തുപോയില്ലേ? ധീരതയും ദ്രോഹവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. ഒരു മനുഷ്യനെ 9 പേര് ചേർന്ന് കൊല്ലുന്നതിന്റെ പേര് ധീരതയെന്നല്ല, ദ്രോഹം. മനസ്സിലാവുന്നുണ്ട് അരവിന്ദ്. അവനെ വെറുതെ വിടണമെന്നല്ല ഞാൻ പറയുന്നത്. അതിനു മുമ്പായിട്ട് ഈ പടർന്നുകൊണ്ടിരിക്കുന്ന ഈ രോഗത്തെയാണ് നമ്മൾ എത്രയും വേഗം തടയേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവനെ നേരിടാം. ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അരവിന്ദ്. കഴിയും. ഈ രോഗം ഭേദമാക്കാനും അവനെ ഇവിടുന്ന് ഓടിക്കാനും ഒരേ ഒരാൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ, ബോധിധർമ്മന്. ആ DNA റിസർച്ച് ഉടനെ തുടങ്ങണം. ബോധിധർമ്മന്റെ കഴിവെല്ലാം തിരിച്ചു കൊണ്ടുവരണം. നിങ്ങൾ പറഞ്ഞ പോലെ അവനെ നമുക്ക് തിരിച്ചടിക്കണം. അവനെ അടിക്കുന്ന അടിയിൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഒരാളുടെ ദേഹത്ത് പോലും കൈവെക്കുവാൻ അവനെ കൊണ്ട് സാധിക്കരുത്. അതിന് ഹ്യൂമൻ ജനറ്റിക് ലാബാ വേണ്ടത്. ആരും അറിയാൻ പാടില്ല. 12 ദിവസത്തേക്ക് അവന്റെ കണ്ണി പോലും പെടാതെ നോക്കണം. എനിക്കറിയാവുന്ന ഒരു ലാബുണ്ട്. 12 ദിവസം നമ്മളിരിക്കുന്നിടം ആരും അറിയാതിരിക്കണമെങ്കിൽ നിങ്ങളിൽ ഒരുവർ പുറത്തുനിന്ന് സഹായിക്കണം. നമ്മൾ എവിടെയാണെന്ന് അയാളും അറിയരുത്. കറക്റ്റ്. മാലതി, യു ആർ ദ റൈറ്റ് പേഴ്സൺ. നമ്മുടെ എല്ലാവരും സിം കാർഡ് ഉടൻ തന്നെ ഡീആക്ടിവേറ്റ് ചെയ്യണം. 2 പുതിയ സിം കാർഡ്, ഒന്ന് നമ്മൾക്ക്, ഒന്ന് മാലതിക്ക്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം മാലതി ആയിരിക്കും കൊണ്ടുവരുന്നത്. എന്നാൽ അവൾക്ക് പോലും നമ്മൾ എവിടെയാണെന്ന് അറിയാൻ കഴിയില്ല. അതെങ്ങനെയാന്ന് ഞാൻ പറഞ്ഞു തരാം. മാലതി, നിന്റെ ഫോണിലെ സിം കാർഡ് ആദ്യം കളഞ്ഞേക്ക്. നാളെ പുതിയ സിം കാർഡ് വാങ്ങിച്ചു തരാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇനി ആ ലാബ് എവിടെയുള്ളതെന്ന് വേഗം പറ. ഇത് അടയാർ പാലം, ഇത് ഗാന്ധി മണ്ഡപം, ഇത് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇതിന്റെ നടുക്കുള്ളത് IIT ക്യാമ്പസ്. അശ്വിൻ പറഞ്ഞ സ്ഥലം ആ കാണുന്നതാണ്. IITയുടെ പുറകിലായി ഒരു വലിയ കാടുണ്ട്. IIT മുഴുവനും 650 ഏക്കറാ. ഇതിൽ 450 ഏക്കർ വലിയ കാടാണ്. സിറ്റിയിൽ ഇത്രയും വലിയ കാടുള്ള കാര്യം ആർക്കും അറിയില്ല. അത് കോമ്പസസ് ടെക്നോളജി സെന്റർ, ഇത് മിഷൻ ഡൈനമിക് സെന്ററാ. ഇവിടുന്ന് 4 കിലോമീറ്റർ മാറിയാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് ലാബ് ഉള്ളത്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. 12 ദിവസത്തിനുള്ളിൽ ആരെങ്കിലും വരികയാണെങ്കിൽ? ഇല്ല സർ, ഭാഗ്യം കൊണ്ട് സെമസ്റ്റർ ഹോളിഡേ ആണ് സർ. നെക്സ്റ്റ് 18 ഡേയ്സ് ക്ലോസ് ആയിരിക്കും. അവിടെ ഉള്ളതെല്ലാം ജർമ്മൻ എക്യുപ്മെന്റ്സാ. നമുക്ക് മെഡിസിൻസ്, ഔഷധങ്ങൾ ഇതൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ പുറത്തുള്ള മാലതി മൂലം അവിടേക്ക് എത്തിക്കാം. ഓക്കെ. അശ്വിൻ എപ്പോ വരും? ലാബിന്റെ കീ എടുത്തോണ്ട് നമുക്ക് സിം കാർഡ് എല്ലാം വാങ്ങിയിട്ട് രാത്രി 11 മണിക്ക് വരും. എല്ലാവരും സിം കാർഡ് ഡീആക്ടിവേറ്റ് ചെയ്തല്ലോ? അതെല്ലാം ചെയ്തു. ഓക്കെ, വരൂ എന്നാ.
வணக்கம். பரவி வரும் மர்ம காய்ச்சலுக்கு தமிழகத்தில் இதுவரை 118 பேர் பலியாகியுள்ளனர். திண்டிவனம், நாகர்கோவில் பகுதிகளில் പോതിയ മരുത്തുവ വസതികൾ ഇല്ലാത്തതാൽ പൊതുമക്കൾ സാலை മറിയലിൽ. ഈ വൈറസ് ബാധിച്ച് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. രോഗികളുടെ തിരക്ക് മൂലം ఇప్పుడు నార్త్ ఇండియాలో కూడా ఈ వ్యాధి వ్యాపించినట్లుగా ഈ രോഗം തടയുന്നതിനായി The disease has spread like fire. The initial symptoms are spotted on the face. There are many hospitals which are beyond their capacity to fill their patients. Many patients പൊതുസ്ഥലങ്ങളിൽ രോഗം പകരാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗരൂകരായിരിക്കണം. രോഗം ബാധിച്ചവർക്ക് ഇന്ത്യയിൽ മരുന്നുകളില്ലാതെ രോഗികൾക്ക് ചികിത്സ കിട്ടാത്തത് കാരണം ജനങ്ങൾ രോഗം ബാധിച്ചവർക്ക് മരുന്ന് കിട്ടാതായപ്പോൾ ജനങ്ങൾ ഹോസ്പിറ്റലുകൾ തല്ലി തകർത്തു. இதுபோன்று தமிழகத்திலும் பிற மாநிலங்களிலும் பொதுமக்கள் வன்முறையில் ஈடுபடுவது கண்டிக்கத்தக்கது என மத்திய சுகாதாரத்துறை அமைச்சர் குலாம் நபி ஆசாத் இன்று தெரிவித்துள்ளார்.